പ്ലീസ്. അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? അങ്ങനെ നമ്മളെ നോമ്പ് 10 അല്ലേ, റഹ്മത്തിൻ്റെ 10 നമ്മളെ വിട്ട് പിരിയാൻ പോകാൻ നേരമായിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ ഒരു സങ്കടം അല്ലേ, എത്ര പെട്ടെന്നല്ലേ ഒരു 10 നോമ്പ് പോയി അറിഞ്ഞേ ഇല്ല. ഇന്നിപ്പോൾ ഒത്തിരി ഒരു മഴക്കാറൊക്കെ ഉള്ള പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയിട്ടില്ല. ചോറ് തന്നെയാണ്, പിന്നെ പള്ളിക്കഞ്ഞി ഉണ്ട്, പിന്നെ താഴത്തന്നെ എന്തെങ്കിലും വെക്കണം. അപ്പോൾ ഒരു ജ്യൂസ് മാത്രം അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ജ്യൂസ് ഇതാ പാല് മേടിച്ചിട്ടുണ്ട്, ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, നമ്മുടെ ഒറിയോ. അപ്പോൾ നമുക്കിന്ന് പ്രതീക്ഷിക്കാണ്ടൊരു നോമ്പ് തുറക്കാനൊരു കുട്ടി കൂടി ഉണ്ട് കേട്ടോ. പ്രതീക്ഷിച്ചിട്ടില്ല, പെട്ടെന്നാണ്. അപ്പോൾ ഞാൻ നോമ്പ് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവനെ നോമ്പ് തുറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഒരു ജ്യൂസ് അവൻ കഴിക്കുമ്പോൾ എന്തായാലും നേരം. അപ്പോൾ പാല്, പിന്നെ നമ്മുടെ പഴവും പാലും, പിന്നെന്താണ് നമ്മുടെ ഐസ്ക്രീം കേട്ടോ. ഒരു ഡപ്പ 15 രൂപയാണ്, 10 രൂപേൻ്റെ അവിടെ ഇല്ല. നല്ലൊരു ഒന്ന് തുറന്ന് കാണിക്കുന്നത് തണുപ്പ് പോകും. പിന്നെ നമ്മുടെ പള്ളിക്കഞ്ഞി കേട്ടോ, ഓറിയോ, ബൂസ്റ്റ്, പാലിന് തണുപ്പ് പോകുമ്പോൾ അടിക്കണം. മിക്സി ഞാൻ അങ്ങോട്ട് വെച്ചത്. അപ്പോൾ ഇവളാണ് കേട്ടോ ജ്യൂസൊക്കെ റെഡി ആക്കണത്. നമ്മൾക്കൊക്കെ റെസ്റ്റ്. യെസ് കാക്കു ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. യെസ് കാക്കു കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുകയാണ്. നോമ്പ് തുറക്കാൻ പോവാൻ മുടി വെട്ടണ്ടേ നോക്കാൻ. അപ്പം ഇന്ന് ഇത്തിരി മഴക്കാറുണ്ട് പോലുണ്ട് കേട്ടോ. എന്താ ഒരു സൗണ്ട് അവിടെ? അങ്ങനെ നോമ്പ് 10 അല്ലേ, നമുക്ക് കുറച്ച് നേരം പോകാം കേട്ടോ. കടക്ക് കാറുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇതൊക്കെ പോകട്ടോ നോമ്പൊക്കെ. ഇന്നിപ്പോൾ അല്ലെങ്കിൽ അടുപ്പിട്ട് നോമ്പ് തുറക്കാം. ഇന്ന് ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുകളിൽ പോകട്ടെ. കുറച്ച് നേരം ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് മുകളിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ പിന്നാലെ കൊച്ചിട്ടാപ്പിരികളും ഉണ്ട് കേട്ടോ. കഞ്ഞിയൊക്കെ ആയിട്ട് വന്ന്, പിന്നെ റിയാസ്കിയും കുറച്ച് നേരം വന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ, ആ സമയത്ത് ഒരു നല്ല രസമാണ് കേട്ടോ അവിടെ അങ്ങനെ ഇരിക്കാനും കാറ്റ് കൊണ്ടിരിക്കാനും. അപ്പോൾ നല്ല സുഖമാണ്. മോളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, ടെൻഷനും ഒക്കെ മറക്കും ആ ഒരു ഇത് കാണുമ്പോൾ. നല്ലൊരു സുഖം കേട്ടോ. അപ്പോൾ കുട്ടികൾ പിന്നാലെ കഞ്ഞിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്, പള്ളിക്കഞ്ഞി. ഹായ് നിങ്ങളൊക്കെ നോമ്പ് നോർത്തു കാണിച്ചതാ പള്ളിക്കഞ്ഞി. ഇത് കാണിക്കാൻ നല്ല ടേസ്റ്റ് വേണാ. അപ്പോൾ ഇതാ പിന്നെ അതിൻ്റെ ശേഷം റജിക്കുട്ടിൻ്റെ കുറച്ച് കോപ്പറേറ്റുകളൊക്കെ കണ്ടിങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് ഇരുട്ടാകുന്ന സമയത്ത് അത്ര നേരം നമുക്ക് പരുന്തായിരിക്കും കേട്ടോ മുകളിൽ. പിന്നെ ആ നേരത്തുള്ള ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ, ഒരു നീല കളറും പിന്നെ അത് കഴിഞ്ഞ് വേറെ കളറും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി അത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാം കേട്ടോ, നമ്മുടെ കുഞ്ഞു ചാനൽ കാണാം. പിന്നെ അത് കഴിഞ്ഞ് പരുന്തിൻ്റെ സമയം കഴിയും. പരുന്തിൻ്റെ സമയം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വവ്വാലാട്ടോ വരിക. അതിങ്ങനെ കൂട്ടത്തിൽ വെന്ന് കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ അതിൻ്റെ മുമ്പ് കൊറ്റികൾ വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ വന്ന് പറന്ന് റൗണ്ട് അടിച്ച് പറക്കുന്ന കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. അപ്പോൾ എനിക്ക് കുറച്ചേ വീഡിയോ എടുക്കാൻ കിട്ടിയുള്ളൂ കേട്ടോ. പെട്ടെന്ന് അത് വന്നപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്നാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിങ്ങനെ ഞാൻ എടുത്തു കേട്ടോ. ഒക്കെ പാടെ ഒരു മരത്തിൽ പോയി ഇങ്ങനെ ഇരിക്കും, പെട്ടെന്ന് കൊറ്റിയും പ്രാവും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇരുട്ടാകുമ്പോൾ നമ്മുടെ വവ്വാലേട്ടൻ വരും. അതിങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ വരും കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിന്ന് കുറച്ച് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് പുറത്തൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇടാൻ ബനിയനൊന്നുമില്ല. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ റജിക്കുട്ടി ഒപ്പമുണ്ട്. അപ്പോൾ അതാ അങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞത് കുറച്ച് ഇങ്ങനെ ആകാശത്തിൽ നിറങ്ങനെ മാറി വരും കേട്ടോ.
നല്ല രസമാണ് കേട്ടോ ആ സമയത്ത് അവിടെ നിൽക്കാനുള്ള ഒരു ഇത്, നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടാവും. പിന്നെ 2-3 ദിവസമായിട്ട് മഴയുണ്ട്, ചെറുതായിട്ട് മഴ ഒന്നിങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി അത്ര അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും റൂമിലൊക്കെ, മുകളിലും കൂടി ആയതുകൊണ്ട്. പിന്നെ കുറേ നേരം ഇങ്ങനെ അതിൻ്റെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കടയിലേക്കൊന്ന് പോകണം, പുറത്തേക്കൊന്ന് പോകണം. അപ്പോൾ കുട്ടികൾക്ക് ഇടാനും ബനിയനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒക്കെ കുറേ ആയി എടുത്തിട്ട് പഴയതുപോലെ അയക്കണം. അപ്പോൾ ഞാൻ എന്തായാലും പെരുന്നാളിനും ഡ്രസ്സ് എടുക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കുറച്ച് ഇടാനും ബനിയനും ട്രൗസറൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോകുക കേട്ടോ. അപ്പോൾ റജിക്കുട്ടിക്കും റയീസ് കുട്ടിക്കും ഒന്നും ഇടാനില്ല. അപ്പോൾ പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊരു കുറച്ച് കഴിഞ്ഞതും ഇറങ്ങി കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി. ചുമയൊക്കെ ഇപ്പോൾ ഒത്തിരി സമാധാനം ഉണ്ട് കേട്ടോ, എന്നാലും ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചുമ വരും. അപ്പം എന്നാൽ ഞാൻ ഇറങ്ങാം കേട്ടോ. അപ്പോൾ കുട്ടികളും പിന്നാലെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, എല്ലാവരും ഇവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പാത്തുക്കുട്ടിക്ക് പിന്നെ എവിടെയും പോകുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുമ്പിൽ അവൾ കയറി പോകുന്നുണ്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി. നമ്മളെപ്പോഴും എടുക്കാൻ പോകുന്ന ഒരു കടയിൽ കേട്ടോ, അടുത്ത് ടൗണിൽ അടുത്ത് തന്നെ ഒരു ശ്രീധർ എന്ന് പറഞ്ഞൊരു കടയിലാണ് കേട്ടോ എപ്പോഴും പോവുക. അവിടെ പിന്നെ വില കുറവാണ്, നമുക്ക് എല്ലാ പെരുന്നാൾ ഡ്രസ്സിനും ഒക്കെ നല്ലൊരു ഇതുണ്ട് കേട്ടോ. പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് റജിക്കുട്ടി ഉണ്ട് അവിടെ, വോയിസ് ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ അതാണ് നമ്മുടെ പാലക്കാട് ടൗൺ നോൽമ്പായതുകൊണ്ട് പിന്നെ ഉറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ, ആരുമില്ല. നോൽമ്പ് ആകെ 10 ആയിട്ടുള്ളൂ. പിന്നെ പെരുന്നാളൊക്കെ ആയാലും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഓട്ടോയും കൊണ്ടൊന്നും പോകാനേ പറ്റൂല. അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ആൾ കൂട്ടം വെളിച്ചമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ അങ്ങനെ ഞാൻ കടയിൽ പോയി അധികം തപ്പാനൊന്നും നിന്നില്ല കേട്ടോ. കുട്ടികൾക്കുള്ള ബനിയനും പിന്നെ കുട്ടികൾക്കുള്ള ഷെഡിയും ഒക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മുടെ ശ്രീധർ എന്ന് പറയുന്ന ചെറിയൊരു കടയിൽ കയറി. 100 രൂപ കേട്ടോ ബനിയനൊക്കെ. പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ നമുക്ക് എവിടെയും പോകുമ്പോൾ ഇടുന്നതും അതൊക്കെ നല്ല വില കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യണത് പോലത്തെ എടുത്താൽ കേട്ടോ, അത്ര വില കൂടുതലൊന്നും ഇല്ലാത്ത കുറവ് നോക്കി എടുത്തു. പിന്നെ അങ്ങനെ റിയാസ്കാക്ക് പിന്നെ കുറേ ആയി കേട്ടോ പഴയ കാക്കി എന്നെ ഇട്ട് നടക്കണം. അപ്പോൾ റിയാസ്ക വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് 2 കാക്കി എടുപ്പിച്ചു. അങ്ങനെ കുട്ടികൾക്ക് ഓരോ ജ്യൂസും വാങ്ങിച്ചു കൊടുത്തിട്ട് പുറത്ത് പോയാൽ അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പോൾ അങ്ങനെ പുറത്ത് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ അവർക്ക് ഓരോ ജ്യൂസും വാങ്ങിച്ചു കൊടുത്തിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. വന്നപ്പോൾ തുടങ്ങി മാറ്റി ഇട്ട് നോക്കൽ തന്നെ വേണേ 2 ആൾക്കും. അങ്ങനെ ഇതാ വീടെത്തി. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കട. എനിക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലാട്ടോ, ആൾക്കാരെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ഇഷ്ടമാണ് എടുക്കുന്നത്, എന്നാലും ഒരു ചെറിയൊരു ചമ്മലാട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ വീടെത്തി. കുട്ടികൾക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ, ഒക്കെ ഇട്ട് നോക്കലും ഒക്കെ ആയി. പിന്നെ അങ്ങനെ ഇതാ റിയാസ്കൊക്കെ കാക്കി എടുത്തപ്പോൾ റിയാസ്ക്ക് അത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര വിധത്തിലൊന്നും എടുക്കില്ല കേട്ടോ, കുട്ടികൾക്ക് എടുക്കും. പക്ഷെ ആൾക്ക് എന്തോ എടുക്കാൻ ഭയങ്കര മടിയാട്ടോ, വിധത്തിലൊന്നും എടുക്കില്ല. ഞാൻ പിന്നെ തള്ളി പറഞ്ഞ് അങ്ങനെ എടുപ്പിച്ചാട്ടോ. ആകെ 2 കക്കിലത് കരിമ്പുള്ളി അടിച്ച് അന്ന് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എടുത്താട്ടോ പറഞ്ഞിട്ട്. പിന്നെ പ്രാവശ്യം എന്തായാലും മേളിലാണ്ട് ഒന്ന് എടുപ്പിച്ചു. അങ്ങനെ അപ്പോൾ ഞാൻ എന്താ പറയുക, പെരുന്നാൾ ഡ്രസ്സൊന്നും എടുക്കുമെന്ന് ഇൻഷാല്ലാ അറിയില്ല, നമുക്ക് പ്രാവശ്യം പെരുന്നാളും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് അടിക്കുക, ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ നമ്മുടെ റഹ്മത്തിൻ്റെ വീഡിയോ 10 കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.